ഹലോ, നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സീക്ക് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എ ദെൻ ഡി വൈ ബൈ ഡി എക്സ്. നമ്മൾ ഇതിന്റെ ആദ്യം ചെയ്യുന്നത് എക്സ് പ്ലസ് വൈ ഡിവൈഡർ ബൈ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എ എന്ന് കൊടുക്കും. സീക്കിട്ടായിരിക്കും ചെയ്തതല്ലേ, വലിയ പാടായിരുന്നിരിക്കണം. എന്നിട്ട് ഞാനതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് numerator into derivative of denominator divided by denominator into derivative of numerator minus numerator into derivative of denominator divided by denominator square is equal to 0 എന്ന് വിളിക്കാം. സോ നമുക്ക് x minus y plus x minus y into dy by dx minus x plus y plus x plus y into dy by dx is equal to 0. dy by dx കോമൺ എടുക്കാം. x minus y plus x plus y is equal to ഒരു x മൈനസ് എക്സ് നമുക്ക് ക്യാൻസൽ ആയി പോകും. മൈനസ് വൈ മൈനസ് 2y ആയിരുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോൾ 2y എന്ന് കിട്ടും. ഇവിടെ വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി പോകും. സോ dy by dx is equal to 2y divided by 2x എന്ന് കിട്ടും. ദാറ്റ് ഈസ് y by x. y by x എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദെൻ dy by dx is equal to. പിള്ളേരെ നമുക്ക് ഇതിനകത്തുനിന്ന് y കണ്ടുപിടിക്കാം. y കണ്ടുപിടിക്കാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എക്സ് വൈ മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. y ഇൻറ്റു എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. സോ y ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ എന്ന് കിട്ടും. സോ dy by dx വേണ്ടി നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. Denominator into derivative of numerator minus numerator into derivative of denominator divided by denominator square ആണ്. That is equal to x minus 1 minus x divided by x minus 1 the whole square എന്ന് കിട്ടും. That is equal to minus 1 divided by x minus 1 the whole square. Minus 1 divided by x minus 1 the whole square ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം x is equal to sin inverse 3t minus 4t ക്കും ടിക്ക് ഞാനൊരു സൈൻ തീറ്റ കൊടുത്താൽ പിള്ളേർ ഇത് x എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 3 sin theta minus 4 sin cube theta ആണ്. That is equal to sin inverse sin 3 theta എന്ന് കിട്ടും. sin inverse sin cancel ആയി പോകും, 3 theta എന്ന് കിട്ടും. And that is equal to 3 times theta എന്ന് പറയുന്നത് sin inverse t ആണ്. So x എന്ന് പറയുന്നത് 3 sin inverse t എന്ന് നമുക്ക് കിട്ടും. y എന്ന് പറയുന്നത് cos inverse under the root of 1 minus sin square theta ആണ്. That is equal to cos inverse root of sin square theta എന്ന് പറയുന്നത് root of 1 minus sin square theta cos square theta ആണ്. ഇത് cos theta എന്ന് കിട്ടും. That is equal to theta itself. theta എന്ന് പറയുന്നത് sin inverse t ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy by dx ആണ്. dy by dx എന്ന് പറയുന്നത് x ഉം y നമുക്ക് കിട്ടി dy by d theta or dy by dt divided by dx by dt ആണ്. And that is equal to dy by dt എന്ന് പറയുന്നത് 1 by root of 1 minus x square ആണ് divided by 3 into 1 by root of 1 minus x square കിട്ടും. That is equal to 1 by 3 എന്ന് എനിക്ക് കിട്ടും. 1 by 3 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം ഇതിനകത്ത് ഞാൻ എക്സ് വൈ കണ്ടുപിടിക്കുകയാണെങ്കിൽ എക്സ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി എന്ന് കിട്ടും. ശരിയല്ലേ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ റൈസ് ടു പൈ ബൈ 2 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 സീക്വൽ ടു റൈറ്റ് സൈഡിൽ ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് വൈ അപ്പോൺ എക്സ് കിട്ടും. മൈനസ് വൈ ബൈ എക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എഫ് ഓഫ് എക്സ് ഇസ് മോഡുലസ് ഓഫ് ലോഗ് 10 to the base 6. ക്ലിയർ? മോഡുലസ് ഓഫ് എക്സ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x is equal to 0. So when x is equal to 1, log x to the base 10 എന്ന് പറയുന്നത് 0 ആണ്. So it is not differentiable at x is equal to 1. But obviously modulus of x എന്ന് പറയുന്ന ഒരു continuous function ആണ് and x taking all non-negative values, meaning positive values. The value of x is the function is continuous every point. Continuous every point എന്ന് പറയുമ്പോൾ 1 continuous ആണ്. 1 continuous ആയതുകൊണ്ട് ഇവിടെ 1 ഇട്ട് കൊടുത്താൽ
5 into 1 minus 4 is equal to 1 ഇവിടെ ഇട്ട് കൊടുത്താൽ 4 into 1 plus 3 bx b into 1 എന്ന് കിട്ടും. സോ 5 മൈനസ് 4 എന്ന് പറയുന്നത് 1 ആണ്. 4 പ്ലസ് 3b എന്ന് കിട്ടും. 3b is equal to minus 3 എന്ന് കിട്ടും. b is equal to minus 1. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. കോസ് എക്സ് റൈസ് ടു 1/x. 1/x ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ 1 plus f of x the whole raised to 1 by g of x is equal to e raised to limit x tends to a f of x upon g of x. ഇങ്ങനെ ഒരു ഫോർമുല നമുക്കുണ്ട്. ഓക്കെ, ഞാൻ ആ ഫോർമുല അപ്ലൈ ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ 1 plus f of x എന്ന് പറയുന്നത് cos x എന്നാണ് എനിക്ക് കിട്ടുന്നത്. സോ f of x എന്ന് പറയുന്നത് cos x minus 1 ആണ്. ആൻഡ് g of x എന്ന് പറയുന്നത് x എന്ന് എനിക്ക് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു e raised to limit x tends to 0 f of x. f of x എന്ന് പറയുന്നത് cos x minus 1 ഡിവൈഡഡ് ബൈ g of x, x ആണ്. 0 കൊടുത്താൽ 0/0 ഫോർമാറ്റ് ആണ്. e raised to limit x tends to 0 ഞാൻ ലോപിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുവാണ്. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ 1 കിട്ടും. ലിമിറ്റ് കൊടുത്താൽ e raised to sin 0 0 ആണ്. e raised to 0 കിട്ടും. e raised to 0 എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. The set of all points where the function f of x is equal to x into modulus of x is differentiable. f of x is equal to x greater than 0 ആകുമ്പോൾ, അല്ലെങ്കിൽ x greater than or equal to 0 ആകുമ്പോൾ ഇത് x into x തന്നെയാണ്. x less than 0 ആകുമ്പോൾ x into minus x എന്ന് വരും. that is equal to x square for x greater than or equal to 0 and minus x square for x less than 0. ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. 2x എന്ന് പറയുന്നത് x ന് 0 കൊടുത്ത് കഴിയുമ്പോൾ 0 കിട്ടും. x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2x ആണ്. x ന് 0 കൊടുത്ത് കഴിയുമ്പോഴത്തേന് 0 തന്നെ കിട്ടും. ഇത് രണ്ടും സെയിം ആണ്. സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് x is equal to 0. And obviously this is a polynomial function and this is a polynomial function. When x greater than or equal to 0, it is clearly differentiable, and when x less than 0, obviously it is differentiable. So it is differentiable in the whole set of all real numbers. For alpha and beta are the roots of the equation and the minimum value of alpha square plus beta square. See, ഇതിനകത്ത് alpha plus beta എന്ന് പറയുന്നത് minus of minus a minus 2, that is a minus 2, and alpha beta എന്ന് പറയുന്നത് minus of a plus 1. So നമുക്ക് alpha square plus beta square ആണ് കണ്ടുപിടിക്കേണ്ടത്. that is alpha plus beta the whole square minus 2 alpha beta ആണ്. that is equal to alpha plus beta the whole square എന്ന് പറയുന്നത് a minus 2 the whole square minus 2 into alpha beta എന്ന് പറയുന്നത് minus of a plus 1 ആണ്. and that is equal to a square minus 4a plus 4 plus 2 into a plus 1 എന്ന് കിട്ടും. and that is equal to a square minus 4a plus 4 plus 2a plus 2 ആണ്. and that is equal to a square minus 2a plus 6 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് f of a is equal to a square minus 2a plus 6 വിളിക്കാം. f dash of a is equal to 2a minus 2 ആണ്. കുട്ടി f dash f is equal to 0, so a is equal to 1 നമുക്ക് കിട്ടും. സോ മിനിമം കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് a is equal to 1 കൊടുത്താൽ 1 minus 2 plus 6 കിട്ടും. 6 7 7 minus 2 എന്ന് പറയുന്നത് 5 കിട്ടും. that is answer option A. ഓക്കെ, അടുത്ത ചോദ്യം. The function f of x is equal to x minus 1 e raised to x plus 1 is increasing if. നമ്മൾ f dash x കണ്ടുപിടിക്കും. f dash x എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. x minus 1 into e raised to x plus e raised to x into 1 എന്ന് കിട്ടും. that is equal to e raised to x കോമൺ എടുത്താൽ x minus 1 plus 1 1 minus 1 ക്യാൻസൽ ആയി പോകും. e raised to x into x എന്ന് കിട്ടും. that is greater than 0 if x greater than 0 or x greater than or equal to 0 അല്ല x greater than 0 കൊടുക്കാം. that is option A. കാരണം e raised to x എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. x നെഗറ്റീവ് ആകുന്നത് നെഗറ്റീവ് കിട്ടും. ഇപ്പോൾ ഡിക്രീസിംഗ് ആണ് unless it is increasing. y minus e raised to xy plus x is equal to 0 has a vertical tangent. y minus e raised to xy plus x is equal to 0. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy by dx minus e raised to xy into x into dy by dx plus y into 1 plus 1 is equal to 0. അതിനാൽ നമുക്ക് dy by dx ഉള്ള ടൈം എല്ലാം ലെഫ്റ്റ് സൈഡിൽ ഇടണം. dy by dx minus e raised to xy into x into dy by dx plus e raised to xy into y plus 1 is equal to 0. dy by dx നമ്മൾ കോമൺ എടുത്താൽ 1 minus e raised to xy times x കിട്ടും. and that is equal to ബാക്കിയുള്ള ടൈം റൈറ്റ് സൈഡിലേക്ക് പോയാൽ -1 minus y into e raised to xy എന്ന് കിട്ടും.
സോ നമുക്ക് dy by dx എന്ന് പറയുന്നത് dy by dx is equal to 1 minus y into e raised to xy upon 1 minus e raised to xy into x എന്ന് കിട്ടും. നമുക്ക് വെർട്ടിക്കൽ ടാൻജന്റ് ആണ്. വെർട്ടിക്കൽ ടാൻജന്റ് ആകുമ്പോൾ dy by dx എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരണം. ഇൻഫിനിറ്റി വരണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആണ്. 1 minus e raised to xy into x is equal to 0. നമ്മൾ ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ എക്സിന് 1ഉം വൈക്ക് 0യും കൊടുത്താൽ എക്സിന് 1ഉം വൈക്ക് 0യും കൊടുത്താൽ 1 minus e raised to 0 into 1 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 minus 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 0 കിട്ടും. സോ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. The slope of the tangent to the curve y is equal to 16 minus x square at x is equal to 0. നമുക്ക് dy by dx കണ്ടുപിടിച്ചാൽ മതി. dy by dx is equal to 16 derivative 0 minus 2x എന്ന് കിട്ടും. at x is equal to 0 ആണ്. So dy by dx is equal to 0. Okay. Option A. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. The maximum value of f of theta is equal to a sin theta plus b cos theta. ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ആണ്. ഓർത്തിരുന്നു. ഓക്കെ, അതായത് എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പ്രഷന്റെ മാക്സിമം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, മിനിമം എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ ഒബിയസ്ലി ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ ഡി. മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഓക്കെ, കണ്ടുപിടിക്കാനായിട്ട് 30 into 1/5 plus 10 into 3/10 minus 10 into 1/2 തന്നിരിക്കുന്നില്ല. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. 6 3 5 6 3 9 minus 5 4 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. ലെറ്റ് x be a random variable assuming the values x1 x2 etc xn with the probabilities p1 p2 etc pn respectively, then the variance of x is given by. variance എന്ന് പറയുന്നത് e of x square minus e of x whole square ആണ്. NCERT ടെക്സ്റ്റിലെ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, വേരിയൻസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 16. The surface area of a cube is increasing at the rate of 0.2 centimeter square per second. When its edge is 90 centimeters, the volume is increasing in the rate of ds by dt is equal to 2 എന്ന് തന്നിട്ടുണ്ട്. a is equal to 90 എന്ന് തന്നിട്ടുണ്ട്. ക്യൂബ് അല്ലേ? അതെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dv by dt ആണ്. v എന്ന് പറയുന്നത് a ക്യൂബ് ആണ്. ക്യൂബ് അല്ലേ പിള്ളേരെ സാധനം? അതെ. 3a square into da by dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ s എന്ന് പറയുന്നത് 6a square ആണ്. സോ ds by dt എന്ന് പറയുന്നത് rather 6 into 2a into da by dt ആണ്. ഈക്വൽ ടു 2 എന്നവർ തന്നിട്ടുണ്ട്. a 90 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 6 into 2 into 90 into da by dt is equal to 2 or da by dt is equal to 2 divided by 6 into 2 into 90. That is equal to 1 by 6 into 90 എന്ന് കിട്ടും. ഓക്കെ, 1 by 6 into 90. നമുക്ക് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 into 90 into 90 into 1 by 6 into 90 ആണ്. 90 ക്യാൻസൽ ആയി പോകും. 15 3 45 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 45 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. f of x is equal to x cube minus 6x square plus 9x plus 3 be a decreasing function then x lies in. അതായത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ f dash x എന്ന് പറയുന്നത് 3x square minus 12x plus 9 less than 0 ആണ്. സോ നമുക്കൊരു 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ x square minus 4x plus 3 less than 0 ആണ്. ആഡ് ചെയ്യുമ്പോൾ മൈനസ് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടുന്നത് 3 1 ആണ്. x minus 3 into x minus 1 less than 0. That means x belongs to open interval 1, 3. Open interval 1, 3 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. The function f of x is equal to tan inverse x is. നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. f dash x എന്ന് പറയുന്നത് 1 by 1 plus x square ആണ്. Obviously this is greater than 0 because x square എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും greater than or equal to 0 ആണ്. So this is obviously greater than 0, so it is strictly increasing. Okay. അടുത്ത ചോദ്യം. The minimum value of sin x plus cos x. മിനിമം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു a sin theta plus b cos theta. ഇങ്ങനെ ഒരു എക്സ്പ്രഷന്റെ മിനിമം എന്ന് പറയുന്നത് നെഗറ്റീവ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. മാക്സിമം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്ക് ഇവിടുത്തെ മിനിമം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് നെഗറ്റീവ് റൂട്ട് ഓഫ് എയുടെ സ്ഥാനത്ത് ഇവിടെ 1 ഉം ബിയുടെ സ്ഥാനത്ത് 1 ആണ്. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് 2 എന്ന് കിട്ടും. മൈനസ് ഓഫ് റൂട്ട് 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ,
അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 20. ദ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ടു ദ കർവ് y is equal to x square minus 1 by x square at minus 1 0. dy by dx നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. dy by dx എന്ന് പറയുന്നത് 2x minus 1 by x square x raised to 4 ആണ് into 2x എന്ന് കിട്ടും. That is equal to ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാമല്ലോ 2x plus 2 divided by x cube എന്ന് കിട്ടും. x is equal to 1 ല് dy by dx that is slope of tangent ആണ് കേട്ടോ. 2 plus 2 by 1 that is equal to 4 എന്ന് കിട്ടും. Slope of normal negative reciprocal minus 1 by 4 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is or are true? f of x is equal to mod x is discontinuous but differentiable at x is equal to 0. തെറ്റാണ്. mod x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല. f of x is continuous but not differentiable at x is equal to 0. That is answer. അടുത്ത ചോദ്യം. f of x is equal to x plus 2 then f dash of f of x at x is equal to 4. f of x is equal to x plus 2 ആണ്. So f dash of x എന്ന് പറയുന്നത് 1 ആണ്. So f dash of f of x എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. Because f dash of x, if x is replaced by f of x, it will be 1 itself. So 1. Okay, അടുത്ത ചോദ്യം. The function f of x is equal to modulus of x plus mod x divided by x is continuous at the origin, discontinuous at the origin. See, നമുക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഒറിജിനലിയാണ് നമുക്കെല്ലാം നോക്കേണ്ടത് അല്ലേ? കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് എല്ലാം നോക്കേണ്ടത് ഒറിജിനലിയാണ്. എഫ് ഓഫ് എക്സിനെ എനിക്കൊന്ന് മാറ്റി എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു 0 അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. മനസ്സിലായോ പറഞ്ഞത്? ഈക്വൽ ടു 0 അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ പിള്ളേരെ? ഇത് മൈനസ് എക്സ് പ്ലസ് മൈനസ് എക്സ് ബൈ എക്സ് എക്സ് ലെസ് ദാൻ 0 ആണ്. ഇത് 1 plus 1 2 ആണ് കിട്ടുന്നത്. സോറി, എക്സ് പ്ലസ് 1 ആണ് കിട്ടുന്നത്. ഇത് കിട്ടുന്നത് മൈനസ് എക്സ് മൈനസ് 1 ആണ് കിട്ടുന്നത്. ഇതിപ്പോൾ നിങ്ങൾ 0 ഇട്ട് കൊടുത്താൽ തന്നെ ഇത് 1ഉം ഇത് മൈനസ് 1 ആണ് കിട്ടുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഈ ഒരു എക്സ്പ്രഷനിൽ 0 ഇട്ട് കൊടുക്കാൻ പറ്റുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം മോഡ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഓപ്ഷൻ വരില്ല ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ ഒറിജിൻ ബിക്കോസ് ബോത്ത് മോഡ് എക്സ് ആൻഡ് മോഡ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആർ ഡിസ്കണ്ടിന്യൂസ് വരില്ല. കാരണം മോഡ് എക്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. മോഡ് എക്സ് ബൈ എക്സ് ആണ് 0ൽ ഡിസ്കണ്ടിന്യൂസ് ആയി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം 24. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കർലി ബ്രാക്കറ്റിൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സി 1ലും 2ലും ആണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. വളരെ 1ലും 2ലും കണ്ടിന്യൂറ്റി ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 1 ഇട്ട് കൊടുത്താൽ e raised to 1 കിട്ടും. ഇവിടെ 1 ഇട്ട് കൊടുത്താൽ 2 മൈനസ് e raised to 1 മൈനസ് 1 e raised to 0 2 മൈനസ് 1 എന്ന് കിട്ടും. 2 ഇട്ട് കൊടുത്താൽ ഇപ്പോൾ ഇത് രണ്ടും 2 ആണല്ലേ? ഇപ്പോൾ ഡിസ്കണ്ടിന്യൂസ് അറ്റ് 1 ആണ്. ഇനി രണ്ടിടത്തും 2 ഇട്ട് കൊടുത്താൽ 2 മൈനസ് e raised to 2 മൈനസ് 1 1 ആണ്. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ 2 മൈനസ് e 2 മൈനസ് e തന്നെയാണ് കിട്ടുന്നത്. സോ ഡിസ്കണ്ടിന്യൂസ് അറ്റ് x is equal to 1 ആൻഡ് കണ്ടിന്യൂസ് അറ്റ് x is equal to 2. That is answer option B. അടുത്ത ചോദ്യം. If 3 raised to x plus 3 raised to y is equal to 3 raised to x plus y, then the value of dy by dx at x is equal to 1, y is equal to 1. 3 raised to x നെ നമുക്ക് 3 raised to x into log 3 എന്ന് വിളിക്കാം. 3 raised to y യുടെ 3 raised to y into log 3 into dy by dx ആണ്. Is equal to 3 raised to x plus y യുടെ 3 raised to x plus y into log 3 into 1 plus dy by dx ആണ്. x നും y ക്കും 1 കൊടുത്താൽ 3 raised to 1 3 ആണ്. log 3 log 3 log 3 എല്ലായിടത്തും ക്യാൻസൽ ആയി പോകും. 3 plus 3 dy by dx is equal to 3 square into 1 plus dy by dx എന്ന് കിട്ടും. That is equal to 3 plus 3 dy by dx is equal to 9 plus 9 dy by dx എന്ന് കിട്ടും. See, ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 6 dy by dx is equal to minus 6 ആണ്. That implies dy by dx is equal to minus 1 എന്ന് കിട്ടും. dy by dx is equal to minus 1 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം. See, f of x is equal to x square minus 10x plus 25 divided by x square minus 7x plus 10 for x not is equal to 5 and f is continuous at x is equal to 5, then f of 5. നമുക്ക് അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നോക്കിയാൽ മതി. ലിമിറ്റ് x tends to 5 f of x നോക്കിയാൽ മതി. That is equal to limit x tends to 5. ഈ x square minus 10x plus 25നെ x minus 5 the whole square എന്ന് വിളിക്കാം. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ആഡ് ചെയ്യുമ്പോൾ മൈനസ് അവന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുന്നത് 5 into x minus 5 into
എക്സ് മൈനസ് 2 എന്ന് കിട്ടും. സോ എക്സ് മൈനസ് 5 ഇത് ക്യാൻസൽ ആയിപ്പോൾ എക്സ് ടെൻസ് ടു 5 കൊടുത്താൽ 0 ആണ് എനിക്ക് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, ജി ഓഫ് 0 2 ജി ഡാഷ് 0 1 ദെൻ എഫ് ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് ഇ റൈസ് ടു 0 ഇൻറ്റു ജി ഡാഷ് ഓഫ് 0 പ്ലസ് ജി ഓഫ് 0 ഇൻറ്റു ഇ റൈസ് ടു 0 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് ഒരു 1 തന്നിട്ടുണ്ട്, പ്ലസ് ജി ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ? ഒബ്വിയസ്ലി അത് ബി ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ഇത് മോഡുലസ് ഓഫ് എക്സ് കിടക്കുന്നുണ്ട്, അതിനകത്ത് ഡിഫറൻഷ്യബിൾ ആവാനുള്ള സാധ്യതയില്ല. ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതല്ല, ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സ്. നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ആണ് നോക്കേണ്ടത്. കണ്ടിന്യൂസ് വെരിവേർ ആണ് നമ്മൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സിനെ നമുക്ക് എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് വിളിക്കാം ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ഒരു വേറെ തന്നിട്ടുണ്ട്. ആൻഡ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് 0 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത് ആക്ച്വലി എക്സ് ബൈ എക്സ് എന്ന് തന്നെ കിട്ടും, ഇത് മൈനസ് എക്സ് എന്ന് കിട്ടും, ഇത് 0 എന്ന് തന്നെ കിട്ടും. മൂന്നിടത്തും 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതും 0 ആണ്, ഇതും 0 ആണ്, ഇതും 0 ആണ്. സോ ഒബ്വിയസ്ലി ദിസ് ഇസ് കണ്ടിന്യൂസ് എവരിവെയർ ബിക്കോസ് 0 അല്ലാത്ത പോയിന്റുകളിലെല്ലാം അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. 0-ൽ നമുക്ക് ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം. y is equal to e raised to xy then dy by dx is equal to. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ y is equal to x into e raised to xy ആണ്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx is equal to x into e raised to xy into xy ഡെറിവേറ്റീവ് x into dy by dx plus y into 1 ആണ്. and plus e raised to xy into ഡെറിവേറ്റീവ് സെക്കൻഡ് 1 കിട്ടും. that is equal to x into e raised to xy എന്ന് പറയുന്നത് നമുക്ക് y എന്ന് കൊടുക്കാം. y into x dy by dx plus y plus e raised to x തന്നെ നമുക്ക് y by x എന്ന് എഴുതാം. ഓക്കെ, ഒരു എക്സ് വെച്ച് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് സിക്കൽ ടു എക്സ് വൈ. അല്ലെങ്കിൽ നമുക്ക് അത്രയും മൾട്ടിപ്ലൈ ഒന്നും ചെയ്ത് പോകേണ്ട കാര്യമില്ല, നമുക്ക് ലാസ്റ്റ് എഴുതിയാൽ മതി. ഇ റൈസ് ടു എക്സ് വൈയുടെ കിടക്കട്ടെ. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. എക്സ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ എന്ന് എഴുതാം. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു പിള്ളേർ ഇ റൈസ് ടു എക്സ് വൈക്ക് പകരം എനിക്ക് വൈ ബൈ എക്സ് കൊടുക്കാം. സോ വൈ സ്ക്വയർ പ്ലസ് വൈ ബൈ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഒരു വൈ കോമൺ എടുക്കാം. എൽ സി എം എടുത്താൽ എക്സും കോമൺ വരും. സോ ഇത് എക്സ് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് കിട്ടും. സോ വൈ ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് സൈൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എ പ്ലസ് വൈ ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് വൈ സൈൻ വൈ ഡെറിവേറ്റീവ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു കോസ് എ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ എ പ്ലസ് വൈ ഇൻറ്റു 1 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടൈംസ് എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് എക്സ് കോസ് എ പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എ പ്ലസ് വൈ വരും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ എ പ്ലസ് വൈ. പിള്ളേരെ പക്ഷേ ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പോയാലും നമുക്ക് ഇതിനകത്തുള്ളത് പോലെ ഒന്നും വരുന്നില്ല. അപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഇപ്പോൾ ചുമ്മാ കിടത്തി സിംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം ഞാൻ ഇതിനകത്തൊരു വൈ കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ ഓപ്ഷൻസ് വരുന്നല്ലോ. ഓപ്ഷൻസിലെല്ലാം സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ഉണ്ട്, അല്ലെങ്കിൽ സൈൻ എ പ്ലസ് വൈ ബൈ സൈൻ എ ഉണ്ട്. ഒരു കോഷ്യൻ്റ് ആയിട്ടാണ് ഓപ്ഷൻസ് എല്ലാം കിടക്കുന്നത്. സൈൻ വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എ പ്ലസ് വൈ എഴുതിയിരിക്കുന്ന ഓപ്ഷൻസിലെങ്കിലും എക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സ് ക്യാൻസൽ ആയി പോകാനായിട്ട് ഞാൻ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ്. എക്സ് ഈക്വൽ ടു
സൈൻ വൈ ഡിവൈഡഡ് ബൈ സൈൻ എ പ്ലസ് വൈ എന്ന് എഴുതുന്നു. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഡിനോമിനേറ്റർ സൈൻ എ പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ കോസ് എ പ്ലസ് വൈ ഇൻറ്റു എയുടെ ഡെറിവേറ്റീവ് 1 ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, വൈ ഉള്ളതുകൊണ്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ എന്ന് കിട്ടും. ഇത് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ സീക്വൽ ടു ഒരു ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്താൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇത് മൈനസ് ആയിരുന്നു കാരണം കോഷ്യൻ റൂൾ അല്ലേ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്നത് സൈൻ എ മൈനസ് ബി ആണ്, ശരിയല്ലേ? സൈൻ എ മൈനസ് ബി ആണ് അല്ലേ. വൈ വൈ ക്യാൻസൽ ആയി പോകും. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ എ. സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ എ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. f of x is equal to x into 4 raised to x minus 1 divided by 2x square for x not is equal to 0 and k by 2 for x is equal to 0. കണ്ടിന്യൂസ് ആകാനായിട്ട് ഇവിടുത്തെ വാല്യൂ സെയിം തന്നെ വരണം. ഇവിടെ 0 ഇട്ട് കൊടുത്താലും നമ്മൾ 0/0 ഫോർമാറ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഞാൻ ലിമിറ്റ് x ടെൻസ് ടു 0 x into 4 raised to x minus x divided by 2x square എന്ന് വിളിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0. നമുക്കൊരു x കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 4 raised to x minus 1 divided by 2x എന്നാണ് കിട്ടുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ലിമിറ്റ് കാരണം ഡിനോമിനേറ്ററിൽ 0 വീണ്ടും വരുമല്ലോ, 0/0 4 raised to x into log 4 ആണ് മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി 0 കൊടുത്താൽ 4 raised to 0 1 ആണ്, log 4 ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. log 4 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു log 4 raised to 1/2 ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു log 2 എന്ന് നമുക്ക് കിട്ടും, ശരിയല്ലേ? സോ തന്നെയാണ് k/2 ഈസ് ഈക്വൽ ടു log 2 എന്ന് കിട്ടും. സോ k ഈസ് ഈക്വൽ ടു 2 log 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 2 log 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് മൈനസ് വൈ ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു. പിള്ളേരെ ഇത് വെറുതെ സിംപ്ലിഫൈ ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. 1/2 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x പ്ലസ് 1/2 റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും, ശരിയല്ലേ? അതിനകത്ത് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ പ്രശ്നം ഇതിലെങ്കിലും a ഇല്ല എന്നുള്ളതാണ്. a എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലെങ്കിലും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് a എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ കിടപ്പുണ്ട്. ഇതിപ്പോൾ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ ഇതിനകത്തൊരു എയുടെ ഒരു പാർട്ടിസിപ്പേഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് a ഓപ്ഷനിൽ ഇല്ലാത്തതും കൊണ്ട് ഞാൻ a ഈസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്താലോ? ഇത് a ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ അപ്പോൺ എക്സ് മൈനസ് വൈ അല്ലേ. സോ 0 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ഡിനോമിനേറ്റർ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1/2 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x ആണ്, മൈനസ് 2x പ്ലസ് 1/2 റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ആണ്, ശരിയല്ലേ? ഡിവൈഡർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ഉണ്ട്, പക്ഷേ അത് ഇപ്പുറത്ത് 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് അത് ക്യാൻസൽ ആയിട്ട് പോകും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 35 x ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഇസിക്കൽ 0. ഇത് ഇത്രയും കൂടെ കൺവീനിയൻ്റ് ആണ്. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഇസിക്കൽ ടു മൈനസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് എന്ന് എഴുതുക. നമുക്ക് അതിൻ്റെ സ്ക്വയർ എടുത്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ ഇസിക്കൽ ടു വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് വിളിക്കാം. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ ഇസിക്കൽ ടു വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ്. പിള്ളേർ ഇത് ഒരു ടൈം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വിളിക്കാം അല്ലേ. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സിക്കൽ ടു ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ വൈ സ്ക്വയർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ്. പിന്നെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് വിളിക്കാം. സിക്കൽ ടു എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് എക്സ് ആണ്.
ഈ എക്സ് മൈനസ് വൈയും വൈ മൈനസ് എക്സും ക്യാൻസൽ ആയിപ്പോയി ഒരു മൈനസ് വരും. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ എന്ന് കിട്ടും. വൈ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എക്സ് ഈസ് ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് എക്സ് വൈ മൈനസ് വൈ എന്ന് കിട്ടും. സോ ഒരു വൈ കോമൺ എടുത്താൽ -1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഓർ വൈ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ -1 മൈനസ് എക്സ് ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിവൈഡ് ബൈ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഡിവൈഡ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ വൈ കിട്ടിയിരിക്കുന്നത് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ആണ്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു -1 മൈനസ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. രണ്ട് ക്യാൻസൽ ആയിപ്പോൾ -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി കിട്ടും. y is equal to log raised to nx where log raised to n means log of അങ്ങനെയാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് log x log x log square x log cube x extra log raised to nx into dy by dx is equal to ഇതെന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ? x into log x into log square x into log cube x into extra log raised to nx into dy by dx ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് dy by dx ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം അല്ലേ? y is equal to log of extra log x dy by dx എന്ന് പറയുന്നത് ഈ ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 by log raised to n minus 1 x into 1 by log raised to n minus 2 x അല്ല ലാസ്റ്റ് ഒരു 1 by x വരും. ശരിയാണോ? ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 by ഇത്, അടുത്ത ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 by ഇത്, അങ്ങനെ ഓരോന്നിനെ ലോഗ് 1 by എടുക്കുമ്പോഴത്തേനും നമുക്കിതെല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും എക്സും ഈ എക്സും ക്യാൻസൽ ആയി പോകും. ലോഗ് എക്സ് ലോഗ് സ്ക്വയർ എക്സ് ക്യാൻസൽ ആയി ലോഗ് റൈസ് ടു n minus 1 x വരെ ക്യാൻസൽ ആയി പോകും. മിച്ചം നമുക്കൊരു ലോഗ് റൈസ് ടു n x മാത്രം നിൽക്കും. സോ ദാറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ ഡി. ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? അല്ലാതെ ലോഗരിതം ഓഫ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by log x into 1 by x ആണ്. എത്ര ലോഗരിതം ഉണ്ട്? ഈ ലോഗരിതത്തിന്റെ ഡെറിവേറ്റീവ് എടുത്തതാണ് ഈ കാണുന്നത് 1 by log raised to n minus 1 x. ഈ ലോഗിന്റെ ഡെറിവേറ്റീവ് എടുത്താണ് ഈ കാണുന്നത് 1 by log raised to n minus 2 x. അങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോൾ 1 by x ലാസ്റ്റ് വരും. ഈ സാധനം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ എക്സ് ലോഗ് സ്ക്വയർ ലോഗ് എക്സ് എല്ലാം ക്യാൻസൽ ആയിപ്പോയിട്ട് ലോഗ് റൈസ് ടു n x മാത്രം റിമെയിൻ ചെയ്യും. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു പൈ ബൈ 2 dy by dx is equal to. ഇതിന് ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിനെ പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൈ ആണ്. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൈനെ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഓർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x പ്ലസ് 2y ഇൻറ്റു dy by dx ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ dy by dx എന്ന് പറയുന്നത് മൈനസ് എക്സ് ബൈ വൈ എന്ന് കിട്ടും. ശരിയല്ലേ? dy by dx ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ. മൈനസ് എക്സ് ബൈ വൈ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 38. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂ മൈനസ് എക്സ് റൈസ് ടു 4. അത് ഒബ്വിയസ്ലി ഇൻഫൈനൈറ്റ് ടൈംസ് ഓഫ് എ ജി പി ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് എ ബൈ 1 മൈനസ് ആർ ആണ്. ഇത് 1 പ്ലസ് ആർ ആവും. എ എന്ന് പറയുന്നത് എക്സ് ആണ്, ആർ എന്ന് പറയുന്നത് മൈനസ് എക്സ്. ശരിയല്ലേ? എ ബൈ 1 മൈനസ് ആർ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഡാഷ് ഓഫ് എക്സ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് എക്സ് ക്യാൻസൽ ആയി പോയി 1 by 1 plus x the whole square. 1 by 1 plus x the whole square എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻഡ് ദാറ്റ് ഈസ് ദെയർ. ഓക്കെ, 1 by 1 plus x the whole square. അടുത്ത ചോദ്യം 3 sin xy plus 4 cos xy is equal to 5. Then dy by dx is equal to, നമുക്ക് ചുമ്മാ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? 3 sin xy plus 4 cos xy is equal to 0. എന്നാൽ നമുക്ക് 3 ഇൻറ്റു സൈൻ എക്സ് വൈന് എനിക്ക് കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ആണ്. പ്ലസ് 4 ഇൻറ്റു കോസ് എക്സ് വൈയുടെ മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പം അതിൻ്റെ അത് കോമൺ ടൈം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ആണ്. ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മൈനസ് വൈ ബൈ എക്സ് ആണ് നമ്മുടെ ഡെറിവേറ്റീവ്. ശരിയല്ല? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ടേം ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത് ഇല്ല. വൈ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 തന്നെയാണ്. ഒബ്വിയസ്ലി
എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 ആണ്. ദാറ്റ് ഇസ് മൈനസ് വൈ ബൈ എക്സ് ആണ് ആൻസർ. അടുത്ത്, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ടി ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് സീക്സ് സ്ക്വയർ ടി ആണ്, ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് കോസ് ടി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ കോസ് ക്യൂബ് ടി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ, ദെൻ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു 3 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റയാണ്, ഡിവൈഡഡ് ബൈ എ ഇൻറ്റു മൈനസ് 3 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ക്യാൻസൽ ആയി പോകും, എ ക്യാൻസൽ ആയി പോകും, 3 ക്യാൻസൽ ആയി പോകും. മിച്ചം എന്നാ ഉള്ളത് പിള്ളേരെ? മൈനസ് ടാൻ തീറ്റ ഉണ്ട്, ശരിയല്ലേ? സോ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 6 സ്ക്വയർ തീറ്റ ആണ്. 6 സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. If y is equal to cot inverse tan x by 2, then dy by dx is equal to. See, y is equal to cot inverse tan x by 2 ആണ്. നമുക്ക് ഇതിനെ cot inverse tan-നെ നമുക്ക് cot pi by 2 minus x by 2 എന്ന് എഴുതാം. cot ക്യാൻസൽ ആയി പോകും. സോ y is equal to pi by 2 minus x by 2 എന്ന് കിട്ടും. സോ dy by dx എന്ന് പറയുന്നത് pi by 2 ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് എക്സ് ബൈ 2 ഡെറിവേറ്റീവ് 1 by 2. സോ മൈനസ് 1 by 2 കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. വെൻ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1, ഇത് നമുക്ക് ചുമ്മാ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് ക്യൂവിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് എക്സ് റൈസ് ടു 5 എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, പ്ലസ് എക്സ്ട്രാ കൊടുത്താൽ ഈ 3 5 ക്യാൻസൽ ആയി പോകും. 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ്ട്രാ. ഇത് ഇൻഫൈനൈറ്റ് ജി പി ആണ്. എ ബൈ 1 മൈനസ് ആർ, ആർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ 1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം. സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു 2x മൈനസ് y പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. പിള്ളേർ ഇതിന്റെ സ്ലോപ്പ് എന്താ? മൈനസ് എ ബൈ ബി 2 എന്ന് കിട്ടും. ഓക്കെ, അതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? 2 by y ആണ്. 2 by y പാരലൽ ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ y ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. y 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ 1 ഈസ് ഈക്വൽ ടു 4x പ്ലസ് 5 ആണ്. സോ x ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും. മൈനസ് 4 ദാറ്റ് ഈസ് x മൈനസ് 1 y 1 എന്ന് പറയുന്നത് മൈനസ് 1 1 ആണ്. അടുത്ത ചോദ്യം. The stone is dropped into a quiet lake and waves moving in circle at the speed of 5 centimeter per second. So dr by dt 5 ആണ്, കാരണം വേവ്സ് മൂവ് ചെയ്യുന്ന റേഡിയസ് കൂടുമ്പോഴാണല്ലോ. At that instant when the radius of the circular wave is 8 centimeter, how far is the enclosed area increasing? Area എന്ന് പറയുന്നത് pi r square ആണ്. So dA by dt pi into 2r into dr by dt ആണ്. That is equal to pi into 2 into 8 into dr by dt 5 ആണ്. 80 pi എന്ന് കിട്ടും. 80 pi ആണ്. 80 pi എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. 46. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കർലി ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇൻ ദ ഇന്റർവൽ -1 1 എന്ന് പറയുമ്പോഴത്തേനും 0-ലാണ് പ്രശ്നമുള്ളത്. ഇവിടെ 0 ഇട്ട് കൊടുത്ത് നോക്കിയാൽ നമുക്ക് 1/2 -1/2 വരുന്നുണ്ട്. 0 ഇട്ട് കൊടുത്ത് നോക്കിയാൽ ഇവിടെ 0 ഇട്ട് കൊടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യം കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഇതിനെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ലോപിറ്റൽ റൂൾ. ഇതിന്റെ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ഓഫ് 1 പ്ലസ് പി എക്സ് ഇൻറ്റു പി മൈനസ് 1/2 റൂട്ട് ഓഫ് 1 മൈനസ് പി എക്സ് ഇൻറ്റു മൈനസ് പി ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു -1/2 ആണ്. കാരണം രണ്ടാമത്തെ ലിമിറ്റ് ആണല്ലോ. എക്സിന് 0 കൊടുത്താൽ ഇത് 0. അപ്പം സി 2/p p/2 പ്ലസ് p/2 ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. സോ p ഈസ് ഈക്വൽ ടു -1/2. -1/2 എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആർ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആർ കണ്ടിന്യൂസ്? ഒബ്വിയസ്ലി കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 1 ഡിസ്കണ്ടിന്യൂസ് 0. കാരണം ഇത് x ഈക്വൽ ടു 0 കൊടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊടുത്താൽ ഇത് ഇൻഫിനിറ്റി ആണ്.
സോ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എയും ബിയും കറക്റ്റ് ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബോക്സസ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ഓൾ ഇന്റീജേഴ്സ്. ശരി, ഇന്റീജേഴ്സിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്, ഇന്റീജേഴ്സിലെല്ലാം അത് ഇങ്ങനെ ഒരു ഹോള് വരുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എയും ബിയും സിയും കറക്റ്റ് ആണ്. സോ എ ബി സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? എഫ് ഓഫ് എക്സ് ഇസ് ഈവൻ, എഫ് ഡാഷ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഓഡ് ആയിരിക്കും. എഫ് ഈവൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഡ് ആയിരിക്കും. എഫ് ഓഡ് ആണെങ്കിൽ എഫ് ഡാഷ് ഈവൻ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഡ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എഫ് ഡാഷ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. എഫ് ഡാഷ് ഈവൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് തന്നെ കിട്ടും. സോ എഫ് ഡാഷ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഡ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് 2 കറക്റ്റ് ആണ്. എഫ് ഈവൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഡ് ആണ്, എഫ് ഡാഷ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ 2ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ. 2 ആൻഡ് 3 എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഇനിയിപ്പോൾ നിങ്ങൾ 2 കറപ്പിച്ചാൽ സാർ അത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റനിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് ആൻസർ ആയിട്ട് എടുക്കുക. ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അത് ഒബ്വിയസ് ആണ്. നിങ്ങൾ 0യും π/2ഉം π ഇട്ട് കൊടുത്തേ ഡിനോമിനേറ്ററിൽ 1 മൈനസ് കോസ് 0 1 മൈനസ് കോസ് 0 1 ആണ്. 1 മൈനസ് 1 ഡിനോമിനേറ്റർ 0 കിട്ടും. ഡിസ്കണ്ടിന്യൂസ് ആണ്. π/2 കൊടുത്താൽ സെയിം കോസ് 2π 1 ആണ്. π കൊടുത്താൽ കോസ് 4π 1 ആണ്. 1 മൈനസ് 1 0 കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഒബ്വിയസ്ലി അത് കറക്റ്റ് ആണ്. അതിലും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് ആൻസർ. ദാറ്റ്സ് വൈ ദാറ്റ് ഇസ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു tan π/4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ കോട്ട് 2x when x not is equal to π/4 then the value should be assigned for x is equal to π/4 so that it is continuous everywhere. അപ്പോൾ നമുക്ക് ഇതിന് π/4 ഇട്ട് കൊടുത്താൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/4 ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. tan എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sec square x ആണ്. sec square π/4 മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് 2x ഉണ്ട് മൈനസ് കൊസീക് സ്ക്വയർ 2x ഇൻറ്റു 2 എന്ന് കിട്ടും. π/4 ഇട്ട് കൊടുത്താൽ സീക് π/4 മൈനസ് π/4 എന്ന് പറയുന്നത് 0 ആണ്. സീക് 0 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ എക്സിന് π/4 ആണ്. π/2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 കിട്ടും ഇൻറ്റു 2 കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ആണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അതായിരുന്നു നമ്മുടെ 50ാമത്തെ ക്വസ്റ്റ്യൻ. സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഈസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു.